എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഭജൻ ക്ലാസ്സിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മൂകാംബിക അഷ്ടകത്തിലെ 4ാമത്തെ സ്റ്റാൻസയാണ് പരിചയപ്പെടാൻ പോകുന്നത്. യയാ ഭക്തവർഗാഹി ലക്ഷ്യന്തയേതേ, യയാ ഭക്തവർഗാഹി ലക്ഷ്യന്തയേതേ, ത്വയാത്ര പ്രകാമം കൃപാപൂർണദൃഷ്ട്യാ, ത്വയാത്ര പ്രകാമം കൃപാപൂർണദൃഷ്ട്യാ, അതോ ഗീയസേ ദേവി ലക്ഷ്മീരിതി ത്വം, അതോ ഗീയസേ ദേവി ലക്ഷ്മീരിതി ത്വം, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഭക്തർ, നിന്റെ ഭക്തർ താഴേക്ക് അവരുടെ നേർക്ക് നിന്റെ കാരുണ്യപൂർണമായൊരു നോട്ടം അഥവാ ദൃഷ്ടി ലഭിക്കാനായി, അതിലൂടെ അനുഗ്രഹം നേടാനായി ഉള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെ അമ്മയെ വിളിച്ചുകൊണ്ട്, അമ്മയെ മഹാലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ട് നിന്നെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. യയാ ഭക്തവർഗാഹി ലക്ഷ്യന്തയേതേ, യയാ ഭക്തവർഗാഹി ലക്ഷ്യന്തയേതേ, ത്വയാത്ര പ്രകാമം കൃപാപൂർണദൃഷ്ട്യാ, ത്വയാത്ര പ്രകാമം കൃപാപൂർണദൃഷ്ട്യാ, അതോ ഗീയസേ ദേവി ലക്ഷ്മീരിതി ത്വം, അതോ ഗീയസേ ദേവി ലക്ഷ്മീരിതി ത്വം, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. യയാ ഭക്തവർഗാഹി ലക്ഷ്യന്തയേതേ, ത്വയാത്ര പ്രകാമം കൃപാപൂർണദൃഷ്ട്യാ, അതോ ഗീയസേ ദേവി ലക്ഷ്മീരിതി ത്വം, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. യയാ ഭക്തവർഗാഹി ലക്ഷ്യന്തയേതേ, ത്വയാത്ര പ്രകാമം കൃപാപൂർണദൃഷ്ട്യാ, അതോ ഗീയസേ ദേവി ലക്ഷ്മീരിതി ത്വം, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഇപ്പോൾ എല്ലാ തവണയും പോലെ ഈ സ്റ്റാൻസയും നല്ല വൃത്തിയായി പഠിച്ച് അടുത്ത തവണ നമുക്ക് 5ാമത്തെ സ്റ്റാൻസ പ്രാക്ടീസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി.